കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ക്രൂഡ് ഓയിൽ പലതായി വേർതിരിച്ച് നമ്മുടെ നാട്ടിലെ ഓരോ പെട്രോൾ പമ്പുകളിലേക്ക് എത്തിക്കുന്നതുവരെയുള്ള പ്രോസസ്സ് വളരെയധികം ബുദ്ധിമുട്ടേറിയതും അതുപോലെ തന്നെ അപകടം പിടിച്ചതുമാണ്. ഓരോ ദിവസവും ലോകമെമ്പാടും ഏകദേശം 80 കോടി വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി 7 ബില്യൺ ലിറ്റർ പെട്രോളും ഡീസലുമാണ് ഉപയോഗിക്കുന്നത്. ഈ പെട്രോളും ഡീസലും ഒക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണശേഖരം ഉള്ളത് അറബ് രാജ്യങ്ങളിലോ അമേരിക്കയിലോ ഒന്നുമല്ല, വെനിസുവേല എന്ന രാജ്യത്താണ് ലോകത്തിലെ 18% എണ്ണയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കുഴിച്ചെടുക്കുന്നതിൽ ഇന്ത്യ ആകട്ടെ 24ാം സ്ഥാനത്താണ്. ഒരു ദിവസം മാത്രം 8 കോടി ബാരൽ എണ്ണയാണ് എല്ലായിടത്തു നിന്നുമായി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന്റെ എത്രയോ ഇരട്ടി ഇനിയും ഭൂമിക്കടിയിലുണ്ട്. ക്രൂഡ് ഓയിലിൽ നിന്നുണ്ടാക്കുന്ന പെട്രോളും ഡീസലുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിലും അതിന്റെ ബൈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാണ് പ്ലാസ്റ്റിക്കും ടാറും ടയറുകളും കോസ്മെറ്റിക്സും എന്തിന് പല മരുന്നുകൾ പോലും നിർമ്മിക്കുന്നത്. ഒട്ടിപ്പിടിക്കുന്ന രൂക്ഷമായ ഗന്ധമുള്ള കറുത്ത ദ്രാവകമാണ് ക്രൂഡ് ഓയിൽ. പെട്രോളും ഡീസലും നിർമ്മിക്കുന്നതിലെ റോ മെറ്റീരിയൽ. ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ മാത്രമാണ് ക്രൂഡ് ഓയിൽ കണ്ടെത്താൻ സാധിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ചെടികളും മരങ്ങളും മൃഗങ്ങളും ചെറിയ ജീവികളുമൊക്കെ മരിച്ചു മണ്ണടിയുകയും പതുക്കെ അവയുടെ മുകളിൽ മണ്ണിന്റെ നിരവധി ലെയറുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. നൂറ്റാണ്ടുകളോളം ഈ ഓർഗാനിക് വസ്തുക്കൾ അവിടെ തന്നെ കിടക്കുകയും ഭൂമിക്കടിയിലെ ചൂടും പ്രഷറും കാരണം അവയ്ക്ക് രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. 2.5 കോടി വർഷങ്ങൾക്ക് ശേഷം ഇന്നത് ലോകത്തിനെ തന്നെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഇന്ധനമായി നമ്മൾ ഉപയോഗിക്കുന്നു. കറുത്ത സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന ക്രൂഡ് ഓയിൽ ഭൂമിക്കടിയിൽ നിന്നും വലിച്ചെടുക്കാൻ വേണ്ടിയാണ് എണ്ണക്കിണറുകൾ നിർമ്മിക്കുന്നത്. എണ്ണശേഖരം കൂടുതൽ കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ ഒരു മാസം തന്നെ 2000-ൽ കൂടുതൽ എണ്ണക്കിണറുകളാണ് നിർമ്മിക്കാറുള്ളത്. ഇതുവഴി കോടിക്കണക്കിന് ലിറ്റർ എണ്ണയാണ് പുറത്തേക്കെടുക്കുന്നത്. പല മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് ഭൂമിക്കടിയിലെ എണ്ണയുടെയും നാച്ചുറൽ ഗ്യാസിന്റെയും ശേഖരം കണ്ടെത്തുന്നത്. അവിടെ ആയിരിക്കും എണ്ണക്കിണർ കുഴിക്കാനുള്ള സൈറ്റും തീരുമാനിക്കുന്നത്. ടെക്നോളജി ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ സഹായിക്കുമെങ്കിലും കിണർ കുഴിച്ചാൽ പോലും അവിടെ നിന്നും എണ്ണ കിട്ടുമെന്നത് ഒരിക്കലും 100% ഉറപ്പോടെ പറയാൻ സാധിക്കില്ല. നല്ലയളവിൽ അവിടെ നിന്നും എണ്ണ കിട്ടുകയാണെങ്കിൽ ആ ക്രൂഡ് ഓയിൽ നേരെ റിഫൈനറിയിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്നും പെട്രോളും ഡീസലും മറ്റു വസ്തുക്കളും വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിക്കിടയിൽ എണ്ണയും നാച്ചുറൽ ഗ്യാസുമൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലങ്ങളെയാണ് ബേസിൻ എന്ന് വിളിക്കുന്നത്. 5000 മുതൽ 20,000 അടി താഴെ വരെ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പാറക്കെട്ടുകളുടെ ഇടയിൽ ആയിരിക്കും ഇവ ട്രാപ്പായി കിടക്കുന്നത്. ഈ എണ്ണ കണ്ടെത്താൻ വേണ്ടി വലിയ പവറുള്ള എഞ്ചിനുകളുടെ സഹായത്തോടെ ഡയമണ്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രിൽ ബിറ്റുകളാണ് ഭൂമി തുറന്നുകൊണ്ട് താഴേക്ക് ഇറക്കി വിടുന്നത്. പക്ഷേ ഡ്രില്ലിംഗ് കാരണം വളരെ വലിയ അളവിലുള്ള ചൂടുണ്ടാകുന്നതുകൊണ്ട് തണുപ്പിക്കാൻ വേണ്ടി അതിനോടൊപ്പം തന്നെ തുടർച്ചയായി ഹൈ പ്രഷറിൽ വെള്ളവും പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ വെള്ളം താഴെ ചെല്ലുമ്പോൾ ചെളിയും പാറകഷ്ണങ്ങളും ഒക്കെ മുകളിലേക്ക് ചീറ്റുന്നു. ഇത്തരം ഡ്രില്ലിംഗ് സ്റ്റേഷനുകളിൽ പണിയെടുക്കുന്നത് വളരെ അപകടം പിടിച്ച ഒരു ജോലി തന്നെയാണ്. ഡ്രിൽ ചെയ്യുന്നതിന്റെ പ്രഷർ എപ്പോഴും കൃത്യമായിരിക്കണം. പ്രഷർ കുറവാണെങ്കിൽ പാറ പൊട്ടിക്കാനാവില്ല, കൂടിപ്പോയാൽ ഡ്രിൽ പൊട്ടുകയും ചെയ്യും. മാത്രമല്ല ഡ്രിൽ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ട്രാപ്പായി കിടക്കുന്ന ഗ്യാസ് പെട്ടെന്ന് പുറത്തേക്ക് വന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതും സൂക്ഷിക്കണം. തുടർച്ചയായി ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഓരോ ഡ്രിൽ പൈപ്പ് താഴേക്ക് ഇറങ്ങി പോകുമ്പോഴും അടുത്ത പൈപ്പ് അതിനു പുറകെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനായി പ്രത്യേക മെഷീനുകൾ ഉണ്ട്. മണിക്കൂറിൽ 5 മീറ്റർ എന്ന നിരക്കിലായിരിക്കും ഡ്രിൽ പൈപ്പ് താഴേക്ക് ഇറക്കുന്നത്. 24 മണിക്കൂറും ഇത് തുടരുകയും ചെയ്യുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ എണ്ണയുടെ ബേസിനിലേക്ക് എത്തും. ഈ എണ്ണ നല്ല ഹൈ പ്രഷറിൽ ഇരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ അത് മുകളിലേക്ക് കുതിച്ചു വരും. പക്ഷേ ഒത്തിരി കാലം ഈ പ്രഷർ ഉണ്ടാവില്ല. അതുകൊണ്ട് നിരന്തരം ഓയിൽ വലിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി വലിയ പ്ലഞ്ചർ പമ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു സിറിഞ്ച് പോലെ ഇത് ഓയിലിനെ മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കിണറിന്റെ അടിയിൽ നിന്നും പൈപ്പ് വഴിയാണ് എണ്ണ മുകളിലേക്ക് എത്തുന്നത്. ഇങ്ങനെ പല കിണറുകളിൽ നിന്നും വരുന്ന എണ്ണ ഒരു വലിയ കണ്ടെയ്നറിലേക്കാണ് നിക്ഷേപിക്കുന്നത്. ഇവിടെ വെച്ച് എണ്ണയുടെ കൂടെയുള്ള കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജൻ നാച്ചുറൽ ഗ്യാസും വേർതിരിച്ചു മാറ്റുന്നു. ഇനി ബാക്കി പ്രോസസ്സിംഗ് നടത്താൻ വേണ്ടി ഈ ഓയിലിനെ വലിയ പൈപ്പുകൾ വഴി ഓയിൽ റിഫൈനറികളിലേക്ക് എത്തിക്കും. ഈ ഓയിൽ മുഴുവൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി റിഫൈനറികളുടെ ഉള്ളിലും ആയിരക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ടാവും.
ലോകമെമ്പാടുമുള്ള റിഫൈനറികളിൽ ഇങ്ങനെ 9 കോടി ബാരൽ എണ്ണയാണ് ഒരു ദിവസം പ്രോസസ് ചെയ്യുന്നത്. റിഫൈനറിയിലെ കാതറപ്പിക്കുന്ന ശബ്ദം കാരണം ചെവിക്ക് പ്രൊട്ടക്ഷൻ ഇല്ലാതെ അവിടെ ജോലി ചെയ്യുന്നത് ചിന്തിക്കാൻ പോലുമാവില്ല. പലതരം ഹൈഡ്രോകാർബണുകളുടെ ഒരു മിക്സ്ചർ ആണ് ശരിക്കും ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോകാർബണുകളുടെ വെയിറ്റും വ്യത്യസ്തമായിരിക്കും. പ്രോപ്പൈൻ ആണ് ഏറ്റവും വെയിറ്റ് കുറഞ്ഞത്. ടാറിനാണ് ഏറ്റവും വെയിറ്റ് കൂടിയതും. നേരത്തെ തന്നെ നീക്കം ചെയ്ത ഹൈഡ്രജൻ സൾഫേറ്റ് ഗ്യാസിനെ കെമിക്കൽ റിയാക്ഷൻ വഴി സൾഫർ ആക്കി മാറ്റുന്നു. ഇതാണ് പിന്നീട് വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ക്രൂഡ് ഓയിലിനെ 370 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കി ഒരു ഡിസ്റ്റിലേഷൻ ടവറിന്റെ അടിയിലേക്ക് പമ്പ് ചെയ്യുന്നു. ഇത് നീരാവിയായി ടവറിന്റെ മുകളിലേക്ക് ഉയരും. അവിടെ വെച്ച് തണുത്ത് കഴിയുമ്പോൾ ഇതിന്റെ മോളിക്യൂളുകൾ കണ്ടൻസ് ആകാൻ തുടങ്ങുന്നു. ഏറ്റവും വെയിറ്റ് ഉള്ള മോളിക്യൂളുകൾ ടവറിന്റെ താഴെയും വെയിറ്റ് കുറഞ്ഞ പെട്രോളിന്റെ നാഫ്തലിന്റെ മോളിക്യൂളുകൾ മുകളിലുമായി ശേഖരിക്കപ്പെടും. അവിടെ നിന്നും ഓരോന്നിനെയും പൈപ്പുകൾ വഴി അതാത് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ പ്രോസസ് ചെയ്യുമ്പോൾ അവസാനം കിട്ടുന്നതിലെ 45% പെട്രോളാണ്. 25% ഡീസലും 10% മണ്ണെണ്ണയും ചെറിയ അളവിൽ ബാക്കി കുറച്ച് പ്രോഡക്റ്റുകളും ആണ് കിട്ടുന്നത്. പ്രോസസ് ചെയ്തെടുത്ത പെട്രോളിന്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി അതൊരു എഞ്ചിനിൽ ഒഴിച്ച് പ്രവർത്തിപ്പിച്ചു നോക്കും. ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് ലാബിൽ നിന്ന് റിഫൈനറിയിലേക്ക് കൊടുക്കുകയും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ പ്ലാന്റിൽ നിന്നും പെട്രോളിനെ അണ്ടർഗ്രൗണ്ട് പൈപ്പുകൾ വഴി ഒരു ഫില്ലിംഗ് സ്റ്റേഷനിലേക്ക് വിടും. ഇവിടെ വെച്ചാണ് ഇത് ടാങ്കർ ലോറികളിൽ നിറയ്ക്കുന്നത്. എന്നാൽ ടാങ്കറിനുള്ളിൽ പെട്രോൾ നിറയ്ക്കുന്നത് കാറിനുള്ളിൽ പെട്രോൾ അടിക്കുന്നതിനേക്കാൾ വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. ലോഡിങ്ങിന്റെയോ അൺലോഡിങ്ങിന്റെയോ സമയത്ത് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ തീപിടുത്തത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ട്രക്കിന്റെ മെറ്റൽ ബോഡിയിലെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാരണം സ്പാർക്ക് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോഡ് നിറയ്ക്കുന്നതിന് മുൻപായി ആദ്യം തന്നെ ഒരു കേബിൾ ഉപയോഗിച്ച് ട്രക്കിനെ ഗ്രൗണ്ട് ചെയ്യണം. ഓവർഫ്ലോ ആകാതിരിക്കാനുള്ള സെൻസറുകളും ആക്ടിവേറ്റ് ചെയ്യും. രണ്ടാമതൊരു പൈപ്പിന്റെ സഹായത്തോടെ പൊങ്ങിവരുന്ന പെട്രോളിന്റെ നീരാവിയെ വലിച്ചെടുക്കും. അല്ലെങ്കിൽ അത് അന്തരീക്ഷം മുഴുവൻ പരക്കും. ഇങ്ങനെ ഓരോ ദിവസവും ഏകദേശം 4 കോടി ലിറ്റർ പെട്രോൾ ആണ് ലോകമെമ്പാടും ഇത്തരം ട്രക്കുകൾ വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ പമ്പുകളിൽ നിന്നും വാങ്ങി അടിക്കുന്നത്.